എല്ലാവർക്കും സന്നിധി കപ്പ് ഓഫ് ടീയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു ബോളിയാണ്. കല്യാണ സദ്യയിലൊക്കെ നമ്മൾ കഴിക്കത്തില്ലേ, ആ ഒരു ബോളി. അപ്പോൾ അതിന് വേണ്ട സാധനങ്ങൾ നമുക്ക് ആദ്യം പറയാം. അത് നമുക്കൊരു മാവ് തയ്യാറാക്കണം. ചപ്പാത്തി മാവ് പോലെ ഒരു കുഴച്ച മാവ്. അതിന് വേണ്ടിയിട്ടുള്ള സാധനങ്ങളാണ് ഇതെല്ലാം. ഇത് മൈദാമാവാണ് 1.5 കപ്പ്. ഇത് ഒരു റിഫൈൻഡ് ഓയിലാണ്. അതൊരു 2 ടേബിൾ സ്പൂൺ വേണം. ഇത് ഒരു 1/4 സ്പൂൺ മഞ്ഞൾപ്പൊടി. ഇത് ഒരു നുള്ളുപ്പ്. അപ്പം ചപ്പാത്തി മാവ് മാതിരി അത് കുഴയ്ക്കണം. നന്നായിട്ട് കുഴച്ച് എണ്ണ തടവി നമ്മൾ 2 മണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വെക്കണം. അത് കഴിഞ്ഞതിന് ശേഷമാണ് ആ മാവെടുത്ത് നമ്മൾ ഈ ബോളി തയ്യാറാക്കുന്നത്. അപ്പം ബോളിക്ക് ഇത് മാത്രമല്ല, ഇനിയൊരു സാധനവും കൂടി വേണം. അത് ഈ കടലപ്പരിപ്പാണ്. നമ്മൾ പായസമൊക്കെ ഉണ്ടാക്കാൻ ഉപയോഗിക്കത്തില്ലേ കടലപ്പരിപ്പ്. ഇതൊരു 2 മണിക്കൂർ കുതിർക്കണം. 2 മണിക്കൂർ കുതിർത്തിട്ട് വേണം ഇത് നമുക്ക് അല്പം ഉപ്പും ഒരു നുള്ളുപ്പും മഞ്ഞൾപ്പൊടി ഇട്ട് നമുക്ക് വേവിക്കണം. ഈ കടല വേവിക്കുമ്പോഴേ ഈ കുതിർത്ത കടല വെള്ളത്തിൽ നിന്ന് വാരിയെടുക്കണം. എന്നിട്ട് അതിൻ്റെ പകുതി അളവ് വെള്ളം ചേർത്തിട്ട് വേവിക്കാവൂ. കാരണം വെള്ളം കൂടി പോകരുത്. അഥവാ വെള്ളം കൂടിപ്പോയാൽ നമ്മളത് അരിച്ച് കളഞ്ഞാൽ മതി. എന്നാലും ഒരു പകുതി അളവോളം മതി വെള്ളം ഇട്ട് കുക്കറിനകത്ത് ഇത് വേവിക്കാൻ. അപ്പോൾ ഇത് രണ്ടും ചെയ്തതിന് ശേഷം നമുക്ക് ബാക്കി പരിപാടി കാണാം. ഇത് ഞാൻ ഈ മൈദാമാവ് കുഴച്ച് 2 മണിക്കൂർ അത് അടച്ചു വെച്ചിട്ടുണ്ടായിരുന്നു. അതിനെ ഞാൻ ഉരുളയാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്കൊരു മസാല തയ്യാറാക്കണം കടലയുടെ. ഞാൻ പറഞ്ഞായിരുന്നു കടല കുക്കറിനകത്തിട്ട് വേവിച്ച് ഉടച്ച് വെക്കണമെന്ന്. അതേതാണ് ഉടച്ച് വെച്ചിട്ടുണ്ട്. ഒത്തിരി ലൂസായി പോകരുതേ. കുക്കറിൽ വെള്ളം വെച്ച് വേവിക്കുന്നത് പോലെ ഇരിക്കും ഇതിൻ്റെ ഒരു കൺസിസ്റ്റൻസി എന്ന് പറയുന്നത്. ഒത്തിരി വെള്ളം ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങളത് അരിച്ചം കളയണം. ആ കടല മാത്രം എടുത്താൽ മതി. അതിനെ ഇങ്ങനെ ഒന്ന് ഉടച്ച് വയ്ക്കണം. പിന്നെ കുറച്ച് ശർക്കര, അത് മധുരത്തിന് ആവശ്യമുള്ളതുപോലെ എടുക്കാം. ഞാനിപ്പോൾ കുറച്ചേ എടുത്തിട്ടുള്ളൂ ശർക്കര. ആവശ്യത്തിന് നെയ്യ്. ഇത് ഏലക്ക പൊടിച്ചതാണ്. പിന്നെ ഇതിന് വേണ്ടത് 1/2 കപ്പ് തേങ്ങയും കൂടിയാണ്. തേങ്ങ നന്നായിട്ട് ചിരുകി വെച്ചിരിക്കുന്നു. ചെറുതായിട്ട് തിരുകി വെച്ചിരിക്കണം. ഇനി നമുക്കതിൻ്റെ മസാല എങ്ങനെ തയ്യാറാക്കുന്നത് നോക്കാം. ഞാനൊരു സ്റ്റൗവിൽ ഒരു പാൻ വെച്ചിട്ടുണ്ടായിരുന്നു. അത് നന്നായിട്ട് ചൂടായിട്ടുണ്ട്. അതിനകത്തേക്ക് ഒരു 1 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിക്കാം. നമുക്ക് ഈ ബോളി 2 രീതിയിൽ തയ്യാറാക്കാം. ഒന്ന്, ഈ മൈദാമാവിൻ്റെ ഉരുളയില്ലേ, അതിനകത്ത് ഈ ബോളിയുടെ മസാല വെച്ച് പരത്തി നമുക്ക് തയ്യാറാക്കാം. പിന്നൊന്ന്, ഈ മൈദാമാവിൻ്റെ മാവും ഈ ബോളിയുടെ ഈ സ്വീറ്റ് മസാലയും കൂടി ഒന്നിച്ച് കുഴച്ച് പരത്തി ഉണ്ടാക്കാം. നമുക്ക് കല്യാണ സദ്യയിലും കടകളിൽ നിന്നൊക്കെ കിട്ടുന്നത് അങ്ങനെ രണ്ടും കൂടി ഒന്നിച്ച് കുഴച്ച് പരത്തിയാണ് കിട്ടുന്നത്. ഓയിൽ ചൂടായിട്ടുണ്ട്. നമുക്കതിലേക്ക് ഈ കടല ഇട്ട് കൊടുക്കാം. തീ സിമ്മിൽ ഇട്ടേക്കണേ. അതിൻ്റെ കൂട്ടത്തിന് നമുക്ക് ശർക്കര ഇട്ട് കൊടുക്കാം. ഇതിനകത്ത് നമുക്ക് തേങ്ങ ഇട്ട് കൊടുക്കാം. ആ തേങ്ങ ഇടുമ്പോൾ തന്നെ ഒരു ടീസ്പൂൺ ഏലക്കാപ്പൊടി ഇട്ട് കൊടുക്കാം. അഞ്ചാറു മാങ്ങകൾ താഴെ
ശൃംഗാര കണ്ണനെ റാഞ്ചിയെടുക്കുവാൻ കൃഷ്ണ പരന്തു പറന്നു താണോ. ആപത്തറിഞ്ഞമ്മ ചില്ലം ചിലച്ചു കുഞ്ഞവനോടി ഒളിച്ചിരുന്നു. ഇതേതാണ്ട് ഈ കടല നല്ല ഡ്രൈ ആയിട്ടുണ്ട്. നല്ലതുപോലെ ഡ്രൈ ആവണം. അതുപോലെ അത് ഉടച്ചു കുടിക്കുകയും വേണം. ഇപ്പം ഇത് ശരിയായിട്ടുണ്ട്. നമുക്കിത് ഓഫ് ചെയ്യാം. കണ്ടോ, ഇത് നല്ലതുപോലെ കുഴച്ച് ഞാൻ ഈ പരുവത്തിലാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിത് പരത്താം. ഇച്ചിരി നെയ്യ് കയ്യിൽ തൊട്ടിട്ട് ഈ ബോള് പരത്തി ഉരുട്ടിയെടുക്കണം. എന്നിട്ട് അതിനെ നമ്മൾ, നിങ്ങൾക്കെല്ലാം അറിയാം, നിങ്ങൾ ഈ ഉരുളക്കിഴങ്ങ് ചപ്പാത്തിയൊക്കെ ഉണ്ടാക്കുന്നവരായിരിക്കുമല്ലോ. അത് ഇങ്ങനെ നാക്കിയിട്ട് ഇതിനകത്ത് നമ്മൾ ആ കടലയുടെ ബോൾ വെച്ച് കൊടുക്കണം. കടലയുടെ ബോള് ആ നമ്മൾ മാവെടുത്തില്ലേ ഉരുളയായിട്ട്, അതിനേക്കാളും കുറച്ചുകൂടെ ചെറുതായിരുന്നു. കണ്ടോ, ഇത്രയും. ഇതിനകത്ത് വെച്ച് നമ്മൾ ഇങ്ങനെ റോളാക്കി, ഇതാ ഇങ്ങനെ. കണ്ടോ, ഇതിനെ നമ്മളിനി പരത്തിയെടുക്കണം. കണ്ടോ, ഇനി നമുക്ക് ഇത് മാറ്റി വയ്ക്കാം. എന്നിട്ടൊരു പാൻ അടുപ്പിൽ വെച്ചൊന്ന് ചൂടാകുമ്പോൾ ഇതെടുത്ത് നമുക്ക് ചുട്ടെടുക്കാം. ഇനി നമുക്ക് രണ്ടാമത്തെ രീതിയിൽ എങ്ങനെയാണെന്ന് നോക്കാം. ഈ ഇതില്ലേ ബോൾ എടുത്തിട്ട് ഈ ഉരുള എടുക്കണേ. എന്നിട്ട് ഇത് രണ്ടും ഒന്നിച്ചങ്ങ് കുഴയ്ക്കണം. എന്നിട്ട് അത് രണ്ടുകൂടെ മിക്സ് ചെയ്ത് ഇങ്ങനെ ആയിട്ടുണ്ട്. ഇനി നമുക്ക് മാവ് തൂവി അത് പരത്തിയെടുക്കാം. രണ്ട് വശം നന്നായിട്ട് ചൂടായി കഴിഞ്ഞാൽ നമുക്ക് അതിൻ്റെ മുകളിൽ ഇച്ചിരി നെയ്യ് തൂവി കൊടുക്കാം. ഇത് റെഡി ആയിട്ടുണ്ട്. നമുക്ക് നന്നായിട്ട് നെയ്യ് കൂടുതൽ വേണമെന്നുള്ളവർ കൂടുതൽ നെയ്യ് ഒഴിക്കും കേട്ടോ. നമുക്കിതെടുത്ത് മാറ്റാം. നിങ്ങൾക്ക് ഈ റെസിപ്പി ഞാൻ എടുക്കാൻ പോവുകയാണ്. നിങ്ങൾക്ക് ഈ റെസിപ്പി ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ഉണ്ടാക്കി നോക്കി കമൻറ്റ് ബോക്സിലൂടെ എന്നെ അറിയിക്കണം. അപ്പോൾ നമുക്കിനി എങ്ങനെ സെർവ് ചെയ്യാൻ നോക്കാം. ഇതിന് തീർച്ചയായിട്ടും ഇതിൻ്റെ കൂടെ പാൽപ്പായസമോ സേമിയ പായസമോ ഏതെങ്കിലും ഉണ്ടാക്കി നോക്കി അതിൻ്റെ കൂടെ കഴിക്കുന്നതാണ് ഏറ്റവും നല്ലത്. നിങ്ങൾക്കെല്ലാം അത് അറിയാം. ഓക്കേ.